ഘട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 57 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയും 7ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വാതി സന്തോഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാതി, ജൂൺ 1 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 57 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് നടക്കുന്നത്. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി മണ്ഡലവും 7ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 6ാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് ബിജെപിയിൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എങ്ങനെ വിലയിരുത്താം? ആര്യ, എന്തായാലും 6ാം ഘട്ട വോട്ടെടുപ്പ് കൂടി കഴിയുമ്പോൾ വലിയ തരത്തിൽ ആശങ്കയിലായിരിക്കുകയാണ് ബി.ജെ.പി. 7ാം ഘട്ടത്തിലേക്ക്, അതായത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രചരണം ശക്തമാക്കാൻ തന്നെയാണ് മുന്നണികളുടെ എല്ലാം തീരുമാനം. അതുകൊണ്ട് തന്നെ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിൽ പ്രചാരണത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും കർഷക രോഷം പഞ്ചാബിൽ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 57 മണ്ഡലങ്ങളിലാണ് ഈ 7ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. അതിൽ പഞ്ചാബിലും ഉത്തർപ്രദേശിലും 13 മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. പഞ്ചാബിൽ ഇന്ന് ബി.ജെ.പി. നേതാക്കളുടെ വീട് വളയാനുള്ള തീരുമാനത്തിലേക്കൊക്കെ കർഷകർ എത്തിയിട്ടുണ്ട്. 16 ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെ വീടുകളിലേക്ക് പ്രകടനമായി എത്തി തന്നെ ജലന്ധറിലടക്കം കർഷകരുടെ വലിയ സമരമാണ് ഇപ്പോൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് വലിയ തരത്തിൽ വെല്ലുവിളിയായേക്കും അടുത്ത ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പ്രചാരണം ശക്തമാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതേസമയം ഇന്ത്യ മുന്നണി വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി.ജെ.പിക്ക് ആശങ്കയായി നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും അടുത്ത ഘട്ടത്തിലുമുണ്ട്. പഞ്ചാബിലടക്കം ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും കെജ്രിവാളിനെ അടക്കം പ്രചാരണ രംഗത്തേക്ക് ഇറക്കിക്കൊണ്ട് വലിയ തരത്തിലുള്ള പരിപാടികളാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും കെജ്രിവാൾ പഞ്ചാബിലുണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിലും പഞ്ചാബിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം സജീവമാക്കാൻ തന്നെയാണ് തീരുമാനം. ഈ ഘട്ടത്തിൽ മറ്റൊരു മണ്ഡലം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ തന്നെയാണ്. പശ്ചിമ ബംഗാളിലും തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും സി.പി.എമ്മും ഏറ്റുമുട്ടുന്ന ഒരു ത്രികോണ മത്സരം തന്നെയായിരിക്കും പശ്ചിമ ബംഗാളിൽ നടക്കുക. സി.പി.എമ്മിന് വലിയ സ്വാധീനം പശ്ചിമ ബംഗാളിലുണ്ട്. എന്തായാലും 7ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായി തന്നെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. ആര്യ.